നമസ്കാരം കൂട്ടുകാരെ. 2005 പുറത്തിറങ്ങിയ ഏറെ രസകരമായ ഒരു ചൈനീസ് ആക്ഷൻ ചലച്ചിത്രം ഹൗസ് ഓഫ് ദ ഫ്യൂറി. മസാജ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയായി ഒരിടത്ത് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. പക്ഷെ അയാൾ എല്ലാവരും കരുതുന്ന പോലെ ഒരു സാധാരണക്കാരനായിരുന്നില്ല. അയാൾക്കുള്ളിൽ ചില രഹസ്യങ്ങളുണ്ട്. ഒരു ഘട്ടത്തിൽ അതേ രഹസ്യങ്ങൾ അയാളെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു. അയാളെ രക്ഷപ്പെടുത്തുവാൻ കുംഫു പഠിച്ചിട്ടുള്ള അയാളുടെ മക്കൾ ഇറങ്ങിത്തിരിക്കുകയാണ്. അവർക്കതിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറെ രസകരമായ ഈ ആക്ഷൻ ചലച്ചിത്രത്തിന്റെ കഥ. വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് കടക്കാം. കഥ ആരംഭിക്കുന്നത് മസാജ് ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു മധ്യവയസ്കനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. യുയി സിയൂബോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പക്ഷേ പുറം ലോകത്തിന് അയാൾ മസാജ് ഒക്കെ ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാൾക്ക് മറ്റൊരു ഐഡന്റിറ്റി കൂടി ഉണ്ടായിരുന്നു. ഗവൺമെന്റ് സ്പൈ ഏജൻസിനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ നിയോഗിച്ചിട്ടുള്ള G4 എന്ന വിഭാഗത്തിൽ പെടുന്ന മറ്റൊരു ഏജന്റാണ് അയാൾ. ഒരു ദിവസം അങ്കിൾ ചൂ എന്ന വ്യക്തിയെ മസാജ് ചെയ്തുകൊണ്ടിരിക്കെ അയാൾക്കൊരു ഇന്റലിജൻസ് കോൾ ലഭിക്കുകയാണ്. മസാജ് സെന്ററിലെ പെയിന്റിങ്ങിന് പിന്നിലുള്ള രഹസ്യ ബട്ടണമർത്തി അയാൾ തന്റെ രഹസ്യ ഇന്റലിജൻസ് മുറിയിലേക്ക് കടന്നു. വൈകാതെ ഓർഡർ സ്വീകരിച്ചു. ഇത്തവണ ലഭിച്ചത് എന്തെന്നാൽ പഴയൊരു സ്പെഷ്യൽ ഏജന്റിനെ ഒരു നിഞ്ച ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്ത് പിടിച്ചുവെച്ചിരിക്കുകയാണെന്നും അവരെ റെസ്ക്യൂ ചെയ്യണം എന്നുള്ളതുമായിരുന്നു. വൈകാതെ ലഭിച്ച വിവരപ്രകാരം നിഞ്ച ഗ്രൂപ്പിന്റെ ഏരിയയിലേക്ക് യുയി ചെന്നെത്തുകയാണ്. ഏജന്റിനെ വലിയൊരു ഡിഷിൽ കെട്ടിവെച്ച നിലയിൽ യുയി കണ്ടെത്തി. പിന്നെ പറയണ്ടല്ലോ, അവിടുള്ള നിഞ്ച സംഘവുമായി യുയി ഫൈറ്റിൽ ഏർപ്പെടുന്നു. മികച്ച മാർഷൽ ആർട്സ് സ്കില്ലുകളുള്ള യുയി നിഞ്ചകൾക്കെതിരെ ശക്തമായി പോരാടുകയാണ്. വലിയ ഫൈറ്റ് തന്നെ നടന്നു. ഒടുവിൽ ഏവരെയും തറപറ്റിച്ച് സ്പെഷ്യൽ ഏജന്റിനെ രക്ഷപ്പെടുത്തുവാൻ യുയിക്ക് സാധിക്കുന്നു. പിറ്റേന്ന് തലേ ദിവസം നടന്ന ആ കാര്യങ്ങളൊക്കെ ഒരു കഥയെന്ന പോലെ ഹൈസ്കൂൾ സ്റ്റുഡൻസിനോട് യുയി വിശദീകരിക്കുകയാണ്. യുയിയുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിലായിരുന്നു യുയി അപ്പോൾ വന്നിരുന്നത്. പക്ഷേ കുട്ടികളൊക്കെ ആസ്വദിച്ച് കഥ കേൾക്കുന്നുണ്ടെങ്കിലും അതൊരു യഥാർത്ഥ സംഭവമാണ് എന്നവർ വിശ്വസിക്കാനേ കൂട്ടാക്കുന്നില്ല. പുള്ളി അങ്ങ് തള്ളി മറിക്കുകയാണ് എന്ന ഭാവമായിരുന്നു അവർക്ക്. പിന്നാലെ അങ്ങോട്ടേക്ക് വന്ന യുയിയുടെ മകൾ നതാലി യുയിയെ കാണുന്നുണ്ട്. പക്ഷേ അച്ഛന്റെ തള്ളുകഥകൾ തീരെ ഇഷ്ടമല്ലാത്ത അപമാനമായി തോന്നിയിരുന്ന അവൾ അച്ഛന്റെ മുമ്പിൽ ചെന്ന് പെടാതെ അവിടെ നിന്ന് മറ്റൊരു വഴിക്ക് വീട്ടിലേക്ക് പോകുന്നു. പിന്നാലെ നമ്മൾ യുയിയുടെ ആദ്യത്തെ പുത്രനെ പരിചയപ്പെടുന്നു. നിക്കി എന്നായിരുന്നു അവന്റെ പേര്. അവനൊരു ഡോൾഫിൻ ഹാൻഡ്ലറായി ഒരു പാർക്കിൽ ജോലി നോക്കുകയാണ്. അന്ന് രാത്രിയിൽ വീട്ടിലെത്തിയ നതാലി TV കണ്ടുകൊണ്ട് തന്റെ ബോയ്ഫ്രണ്ട് ജെയ്സനെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. ആ സമയം അങ്ങോട്ടേക്ക് നിക്കി കടന്നു വന്നു. ഉടൻ തന്നെ റിമോട്ട് എടുത്ത് അവൻ ചാനൽ മാറ്റി. സഹോദരങ്ങൾക്കിടയിൽ പൊതുവെ അടിയുണ്ടാകുന്ന വിഷയമാണല്ലോ. അതിന്റെ പേരിൽ അവർ തമ്മിൽ അടികൂടാൻ തുടങ്ങുകയാണ്. അടിയെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു തല്ലൊന്നുമല്ല. ചെറുപ്പത്തിൽ തന്നെ യുയി അവരെ കുംഫു പഠിപ്പിച്ചിരുന്നതുകൊണ്ട് കുംഫു നീക്കങ്ങളിലൂടെയായിരുന്നു അവരുടെ ഫൈറ്റ് നടന്നുകൊണ്ടിരുന്നത്. നതാലിയുടെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വന്നപ്പോഴായിരുന്നു അവർ ഫൈറ്റ് നിർത്തിയത് പോലും. വൈകാതെ ഭക്ഷണവുമായി യുയിയും അങ്ങോട്ടേക്ക് എത്തി. ഫൈറ്റ് നടന്നതിന്റെ ലക്ഷണമൊന്നും അവിടെ കണ്ടില്ലെങ്കിലും ടേബിളിൽ കൊണ്ടുവന്ന് ഭക്ഷണം വെച്ചതും ആ ടേബിൾ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണു. യുയിക്ക് കാര്യം മനസ്സിലാകുമായിരുന്നു. യുയി പ്രശ്നമൊന്നും ഉണ്ടാക്കിയതുമില്ല. അവരേവരും ഒന്നിച്ച് മറ്റൊരു ടേബിളിലിരുന്ന് ഭക്ഷണവും കഴിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ യുയി വീണ്ടും ഓരോ കഥകൾ പറയാനും തമാശ പറയാനുമൊക്കെ ആരംഭിച്ചു. നിക്കിക്ക് അതൊന്നും കേട്ടിരിക്കാനുള്ള മനസ്സേ ഉണ്ടായിരുന്നില്ല. വേഗം ഭക്ഷണം കഴിച്ചു തീർത്ത് നിക്കി എഴുന്നേറ്റ് പോയി. നതാലിയുടെ അവസ്ഥയും മറ്റൊന്നും ആയിരുന്നില്ല. ഭക്ഷണം കഴിഞ്ഞ് മുറിയിലേക്ക് എത്തിയ യുയി മരിച്ചുപോയ തന്റെ ഭാര്യയുടെ ഫോട്ടോയിലേക്ക് നോക്കി കുറെ സമയം വെറുതെ കിടന്നു. ശേഷം തന്റെ ദുഃഖങ്ങൾ ഭാര്യയോടെന്ന പോലെ പറയാൻ തുടങ്ങി. മക്കളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളും അവരുടെ അച്ഛൻ മസാജ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറയുവാൻ അവർക്ക് നാണക്കേടാണ് എന്നുള്ളതുമൊക്കെ അയാൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം നതാലിയെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ യുയി കാറിൽ കൊണ്ടുപോവുകയായിരുന്നു. കുംഫു കഥ പറഞ്ഞു തുടങ്ങിയതും നതാലി നിർത്താൻ പറഞ്ഞ് അച്ഛനുമായി വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. അച്ഛന്റെ തള്ളുകഥയൊന്നും കേൾക്കണ്ടെന്നും വൈകിട്ട് എന്റെ കാമുകൻ വീട്ടിൽ വരും, അവന്റെ അടുത്ത് ഈ തള്ളുകഥയൊന്നും എഴുന്നള്ളിച്ചേക്കരുത് എന്നും അവൾ അച്ഛനോട് പറഞ്ഞു. അവർ തമ്മിലുള്ള സംസാരം വാഗ്വാദത്തിലേക്കും അല്പം കടന്നുപോവുകയും ചെയ്തിരുന്നു. സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അച്ഛനോട് വഴക്കുണ്ടാക്കിയത് കുറച്ച് കടന്നുപോയി എന്ന് നതാലിക്ക് തോന്നി. അവൾ അച്ഛന് ക്ഷമ പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. ഇതേ സമയം മറുവശത്ത് മുൻകാല CIA ഏജന്റായിരുന്ന ഒരു വ്യക്തി വൃദ്ധനായ ഒരു മനുഷ്യനെ ബന്ദിയാക്കി അയാളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വൃദ്ധനായ മനുഷ്യൻ ഒരു പഴയ
പഴയകാല ഹോങ്കോങ് ഇന്റലിജൻസ് ഏജന്റാണ്. അയാളുടെ അടുത്തു നിന്ന് എന്തോ വിവരം ലഭിക്കാനായിരുന്നു വീൽചെയറിലായിരുന്ന ആ മുൻകാല CIA ഏജന്റ് ശ്രമിച്ചിരുന്നത്. വിവരം തന്നില്ലെങ്കിൽ അയാളെയും അയാളുടെ കുടുംബത്തെയും വകവരുത്തി കളയും എന്ന CIA ഏജന്റ് ഭീഷണിപ്പെടുത്തുന്നു. മറ്റു വഴികളില്ലാതെ തന്റെ പക്കലുള്ള വിവരങ്ങൾ അയാൾ ആ മനുഷ്യന് കൈമാറുകയാണ്. പക്ഷേ വിവരം ലഭിച്ചതും ക്രൂരനായ CIA ഏജന്റ് വൃദ്ധനായ ഏജന്റിനെ കൊലപ്പെടുത്തി കളഞ്ഞു. ക്രൂരനായ ആ CIA ഏജന്റിന്റെ പേര് റോക്കോ എന്നായിരുന്നു. അടുത്ത ദിവസം തന്റെ മസാജിംഗ് സെന്ററിൽ യൂയി ജോലിയിലായിരിക്കെ റോക്കോ തന്റെ മകനുമായി അങ്ങോട്ടേക്ക് കടന്നു വന്നു. യൂയിക്ക് മുമ്പിൽ റോക്കോ എന്ന് പറഞ്ഞ് താൻ ആരാണെന്നും സ്വയം പരിചയപ്പെടുത്തി. ടായ് ചായോങ് എന്ന് പേരുള്ള ഒരു മുൻകാല ഇന്റലിജൻസ് ഏജന്റ് എവിടാണിപ്പോൾ മറഞ്ഞു താമസിക്കുന്നത് എന്നതായിരുന്നു റോക്കോയ്ക്ക് യൂയിൽ നിന്നും ലഭിക്കേണ്ടുന്ന വിവരം. റോക്കോ കൊലപ്പെടുത്തിയ വൃദ്ധനായ ഏജന്റിൽ നിന്നുമായിരുന്നു യൂയിക്ക് ആ വിവരമറിയാം എന്ന ഇൻഫർമേഷൻ റോക്കോക്ക് ലഭിക്കുന്നത്. പക്ഷേ താനിതൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത പോലെ യൂയി അഭിനയിക്കുകയാണ്. റോക്കോ പിന്നാലെ താൻ എന്തിനാണ് ആ ഏജന്റിനെ അന്വേഷിക്കുന്നത് എന്ന് വിശദീകരിച്ചു. 12 കൊല്ലങ്ങൾക്ക് മുമ്പ് CIA ഏജന്റായിരുന്ന റോക്കോയ്ക്ക് ഹോങ്കോങ്ങിൽ ഒരു രഹസ്യ മിഷൻ ഉണ്ടായിരുന്നു. അവിടെയുള്ള സ്ഫോടനമൊക്കെ നടത്തിയ 12 തീവ്രവാദികളെ പിടികൂടലായിരുന്നു ആ ദൗത്യം. അങ്ങനെ അയാൾ ടാർഗറ്റിനെ കണ്ടെത്തി കൊല്ലാനായി തയ്യാറെടുക്കുമ്പോഴേക്കും പെട്ടെന്ന് പിന്നിൽ നിന്നും അയാൾ ആക്രമിക്കപ്പെട്ടു. കുംഫു മൂവ് കൊണ്ടുള്ള ആക്രമണത്തിൽ അയാൾ അന്ന് തന്നെ പാരലൈസ്ഡ് ആയി പോവുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയുമായിരുന്നു. അന്നത് ചെയ്തത് ടായ് ചായോൺ എന്നു പേരുള്ള ഒരു ഹോങ്കോങ് ഇന്റലിജൻസ് ഏജന്റ് ആണ്. അന്നു മുതൽ റോക്കോ വീൽചെയറിലാണ്. ഇപ്പോൾ ടായ് ചായോനെതിരെ പ്രതികാരം തീർക്കാൻ റോക്കോ ആഗ്രഹിക്കുന്നു. അതിനാണ് ക്രൂരനായ ആ മനുഷ്യൻ ടായ് ചായോനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ കൊലപ്പെടുത്തിയ ഏജന്റിൽ നിന്നും ടായ് ചായോൺ എവിടുണ്ടെന്ന് അറിയാവുന്ന അവരുടെ പ്രൊട്ടക്ടറായിട്ടുള്ള സ്പെഷ്യൽ ഏജന്റ് UI ആണ് എന്ന വിവരം തനിക്ക് ലഭിച്ചെന്നും അതുകൊണ്ടാണ് UIയുടെ മുമ്പിലേക്ക് താൻ വന്നതെന്നും റോക്കോ കൂടുതൽ വ്യക്തമാക്കുകയാണ്. പക്ഷേ റോക്കോ കാള് തെറ്റിപ്പോയതാകും. ഞാനല്ല ആ ആള് എന്നായിരുന്നു UI പറഞ്ഞത്. നീ ദുരിതങ്ങൾ അനുഭവിക്കാൻ പോകുന്നേയുള്ളൂ എന്ന് ഭീഷണിപ്പെടുത്തി റോക്കോ അന്ന് അവിടെ നിന്ന് പോരുന്നു. അന്ന് രാത്രിയിൽ നതാലി പറഞ്ഞ പോലെ അവളുടെ ബോയ് ഫ്രണ്ട് ജെയ്സൺ വീട്ടിൽ ഡിന്നറിനെത്തിയിരുന്നു. ജെയ്സൺ നിക്കിയും യൂയിയുമായി പരിചയപ്പെട്ടു. താനൊരു മ്യൂസീഷ്യനായി ജോലി നോക്കുകയാണ് എന്ന കാര്യവും അവൻ അവരോട് പറഞ്ഞു. ഇതേ സമയം ഓരോന്ന് പറഞ്ഞ് നിക്കിയും നതാലിയും തമ്മിൽ സിബ്ലിങ്സ് ഫൈറ്റ് ആരംഭിച്ചിരുന്നു. അവർ ഇരിക്കുന്നത് കൊണ്ട് ടേബിളിനടിയിൽ വെച്ച് കാലുകൾ കൊണ്ട് ഒരു പോരാട്ടം തന്നെ അവർ നടത്തി. യൂയി ഇതൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ശേഷം അന്ന് രാത്രിയിൽ നിക്കി ഉറങ്ങാൻ പോയപ്പോൾ യൂയി നിക്കിയുടെ അടുത്തു ചെന്നു. നീ നിന്റെ സഹോദരിയെ കുറച്ചുകൂടി മനസ്സിലാക്കണമെന്നും കുംഫു നിങ്ങളെ പഠിപ്പിച്ചെങ്കിലും എപ്പോഴും അതുപയോഗിച്ച് ഫൈറ്റ് ചെയ്യാനല്ല എന്നും യൂയി അവനോട് പറഞ്ഞു. പക്ഷേ നിക്കിയാകട്ടെ അതിനൊന്നും ചെവി കൊടുത്തതേയില്ല. അന്ന് രാത്രിയിൽ യൂയിക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. റോക്കോ വന്നതും ഭീഷണിപ്പെടുത്തിയതും അവന്റെ തലയിൽ ഓടിക്കൊണ്ടേയിരുന്നു. തന്റെ ഫാമിലിക്ക് എന്തെങ്കിലും അപകടം വരുമോ എന്നൊക്കെ യൂയി ഭയപ്പെട്ടിരുന്നു. സമാധാനത്തിന് മസാജ് പാർലറിൽ പോയി മെഡിറ്റേറ്റ് ചെയ്തിരിക്കുവാൻ യൂയി തീരുമാനിക്കുകയാണ്. പക്ഷേ യൂയി ചിന്തിച്ചത് ശരിവെച്ചുകൊണ്ട് മസാജ് പാർലറിലേക്ക് റോക്കോയുടെ പോരാളികൾ എത്തിച്ചേരുന്നു. 4 മാർഷൽ ആർട്സ് സ്പെഷ്യലിസ്റ്റുകളായിരുന്നു വന്നത്. പിന്നെ പറയണ്ടല്ലോ, അവിടെ ശക്തമായൊരു ഫൈറ്റ് നടക്കുകയാണ്. ആദ്യമൊക്കെ യൂയി പിടിച്ചു നിന്നെങ്കിലും പ്രായമുള്ള വ്യക്തിയായതുകൊണ്ട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ യൂയുടെ അടിപതറുകയാണ്. വന്നവർ യൂയെ കീഴ്പ്പെടുത്തി പിടിച്ചുകൊണ്ടുപോയി റോക്കോയുടെ മുമ്പിലെത്തിച്ചു. അവിടെ വെച്ചും യൂയി ക്രൂരമായി ഉപദ്രവിക്കപ്പെടുന്നുണ്ട്. തായ് ചായലങ് എവിടെയാണ് എന്നത് ചോദിച്ചാണ് ഉപദ്രവം മുഴുവൻ. പക്ഷേ ഏജന്റ് പ്രൊട്ടക്ടറായ സ്പെഷ്യൽ ഏജന്റായ യൂയി അത് പറയുവാൻ തയ്യാറായിരുന്നില്ല. എത്ര തല്ലുകൊണ്ടാലും യൂയി പറയില്ലെന്ന് മനസ്സിലായതും മരുന്ന് കുത്തിവെച്ച് യൂയെ ഹാലൂസിനേറ്റഡ് അവസ്ഥയിലാക്കി അവനിൽ നിന്ന് വിവരം ചോർത്തുവാൻ റോക്കോ തീരുമാനിക്കുന്നു. അങ്ങനെ റോക്കോ പ്രവർത്തിക്കുകയും യൂയിൽ നിന്നും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ റോക്കോ മനസ്സിലാക്കുകയും ചെയ്യുകയുമാണ്. അതെന്താണെന്ന് വെച്ചാൽ യൂയി പ്രൊട്ടക്ട് ചെയ്യേണ്ടുന്ന സ്പെഷ്യൽ ഏജന്റ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ മുഴുവൻ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നത് 2 മെമ്മറി കാർഡുകളിലായിട്ടാണ്. ആ മെമ്മറി കാർഡുകൾ ഉള്ളതോ യൂയുടെ മക്കളായ നിക്കിയുടെയും നതേലയുടെയും അമ്യൂലെറ്റുകളിൽ, അതായത് ഭാഗ്യരക്ഷകളിൽ ഒളിപ്പിച്ച രീതിയിലാണ്. ഇതേ സമയം മറുവശത്ത് അങ്കിൾ ചു ഒരു മസാജിന് വേണ്ടി യൂയുടെ മസാജ് സെന്ററിലേക്ക് എത്തുകയായിരുന്നു. അവിടെ എത്തിയ അങ്കിൾ ചു കാണുന്നത് ഫൈറ്റ് നടന്ന് മുഴുവൻ തകർന്നിരിക്കുന്ന മസാജ് സെന്റർ ആണ്. ഉടനടി അങ്കിൾ ചു നിക്കിയെ വിവരമറിയിച്ചു. അങ്ങോട്ടേക്കെത്തിയ നിക്കിയും അവിടുത്തെ കാഴ്ച കണ്ട് അതിശയിച്ചിരുന്നു. പക്ഷേ കൂടുതൽ പരിശോധനയിൽ മസാജ് സെന്ററിലെ ഒരു
ഫോട്ടോയ്ക്ക് പിന്നിൽ ഒരു സീക്രട്ട് ബട്ടൺ നിക്കി കണ്ടെത്തുകയാണ്. സീക്രട്ട് ബട്ടൺ അമർത്തി വാതിൽ തുറന്നപ്പോ അത് മറ്റൊരു മുറിയിലേക്കായിരുന്നു. യുയിയുടെ ഇന്റലിജൻസ് റൂം. അതിനകത്തുള്ള വസ്തുക്കളും ഫോട്ടോസുമൊക്കെ കണ്ടതോടെ ഇത്രനാളും അച്ഛൻ പറഞ്ഞ കഥകൾ ഒന്നും തള്ളായിരുന്നില്ലെന്നും സത്യസന്ധമായ കഥകളായിരുന്നെന്നും അച്ഛനൊരു സ്പെഷ്യൽ ഫോഴ്സ് ഏജന്റ് ആണെന്നും ഉള്ളതും നിക്കി തിരിച്ചറിയുകയാണ്. ചെറുപ്പത്തിലെ തന്നെ അവരുടെ അച്ഛൻ അക്കാര്യങ്ങൾ അവരോട് പറയുകയും അവരെ കുംഫു പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്തതും അതുകൊണ്ടായിരുന്നു എന്നും അവൻ മനസ്സിലാക്കുന്നു. മറുവശത്ത് നെതാലിയാകട്ടെ അന്ന് സ്കൂളിലെ ആർട്ട് പെർഫോമൻസിൽ പങ്കെടുക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് റോക്കോയുടെ ആളുകളെത്തി നെതാലിയെ പിടിച്ചുകൊണ്ട് പോകുവാൻ ശ്രമിച്ചു. ഭാഗ്യവശാൽ നിക്കി അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയും റോക്കോയുടെ ആളുകളോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയുമാണ്. നിക്കിയും നെതാലിയും ഒന്നിച്ച് തങ്ങളുടെ കുംഫു സ്കില്ലുകൾ ഉപയോഗിച്ച് പിടിച്ചുകൊണ്ടു പോകാമെന്ന് റോക്കോയുടെ ആളുകളുമായി ഫൈറ്റ് ചെയ്തു. പക്ഷേ കരുത്തരായ റോക്കോയുടെ ആ ആളുകളെ പരാജയപ്പെടുത്തൽ അത്ര എളുപ്പമായിരുന്നില്ല. അതോടെ നിക്കിയും നെതാലിയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. പുറത്തെത്തിയതും ജെയ്സൺ നെതാലിയെ കാത്തുണ്ടായിരുന്നു. ജെയ്സന്റെ കാറിൽ അവരങ്ങനെ രക്ഷപ്പെട്ടു പോവുകയാണ്. ജെയ്സന്റെ വീട്ടിലെത്തി നടക്കുന്ന കാര്യങ്ങൾ നിക്കി നെതാലിയോട് വിശദീകരിച്ചു. തങ്ങളുടെ അച്ഛൻ പറഞ്ഞതൊന്നും കള്ളമായിരുന്നില്ല എന്നറിഞ്ഞ നെതാലിക്ക് അച്ഛനുമായി പലപ്പോഴും പ്രശ്നമുണ്ടാക്കിയിരുന്നതോർത്ത് വലിയ കുറ്റബോധം തന്നെ തോന്നി. ജെയ്സൺ നെതാലിക്ക് മാറാൻ വസ്ത്രം കൊടുത്തു. തൽക്കാലത്തേക്ക് അവരോട് അവിടെ തങ്ങുവാനും ജെയ്സൺ ആവശ്യപ്പെട്ടു. അന്ന് വസ്ത്രം മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഊരിവെച്ച തന്റെ അമ്യൂലെറ്റ് നെക്ലസിൽ മെമ്മറി കാർഡുള്ള കാര്യം നെതാലി തിരിച്ചറിയുന്നത്. ഇത്രനാളും അതിൽ അവൾ അത് ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. മെമ്മറി കാർഡ് കണ്ടുകിട്ടിയതും അവൾ അത് നിക്കിയോടും ജെയ്സനോടും പറയുന്നു. അത് ചെക്ക് ചെയ്താൽ അച്ഛനെപ്പറ്റി വല്ല വിവരവും ലഭിക്കുമോ എന്നറിയാൻ അവർ മെമ്മറി കാർഡ് ഇട്ടു നോക്കുകയാണ്. പക്ഷേ ആ മെമ്മറി കാർഡ് തുറക്കണമെങ്കിൽ മറ്റൊരു മെമ്മറി കാർഡിലെ ഡാറ്റകൾ ആവശ്യമായിരുന്നു. അതായത് നിക്കിയുടെ മെമ്മറി കാർഡിലെ വിവരങ്ങൾ. വളരെ പെട്ടെന്ന് തന്നെ അവരത് മനസ്സിലാക്കുകയാണ്. പക്ഷേ നിക്കിയുടെ മെമ്മറി കാർഡ് ആ തിരക്കിനിടയിൽ പാർക്കിൽ നിന്ന് പോന്നപ്പോൾ അവിടെ നിന്ന് എടുക്കുവാൻ അവൻ മറന്നുപോയിരുന്നു. സമയം രാത്രിയോടെ പാർക്കിലെത്തി ആ മെമ്മറി കാർഡ് എടുക്കുവാൻ നിക്കിയും നെതാലിയും തീരുമാനിക്കുന്നു. രാത്രിയുടെ മറവിൽ അവർ പാർക്കിലേക്കെത്തി മെമ്മറി കാർഡ് എടുത്തു. പക്ഷേ അങ്ങോട്ടേക്കും റോക്കോയുടെ അസാസിൻസ് എത്തിച്ചേർന്നിരുന്നു. പിന്നെ പറയണ്ടല്ലോ, വീണ്ടും ശക്തമായൊരു ഫൈറ്റ് നടക്കുകയാണ്. അച്ഛൻ പഠിപ്പിച്ച കുംഫു സ്കില്ലുകൾ ഉപയോഗിച്ച് അവർ ഫൈറ്റ് ചെയ്തു. അല്പം ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും എതിരാളികളെ അവർ പരാജയപ്പെടുത്തി. അപ്പോഴാണ് അസാസിൻസുകളുടെ ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം അവർ കേട്ടത്. അവർ ആ കോൾ അറ്റൻഡ് ചെയ്തു. അത് റോക്കോയായിരുന്നു. റോക്കോയോട് നേർക്കുനേർ അവർ സംസാരിക്കുകയാണ്. തങ്ങളുടെ അച്ഛൻ എവിടെയെന്ന് നിക്കി റോക്കോയോട് ചോദിച്ചു. തനിക്ക് വേണ്ട ഒരു വിവരം അവരുടെ അടുത്തുണ്ടെന്നും 24 മണിക്കൂറിനുള്ളിൽ തായ് ചായ്ലോങ് എന്നു പേരുള്ള ഏജന്റ് എവിടെയുണ്ട് എന്ന വിവരം തന്റെ അടുത്ത് എത്തിച്ചാൽ അച്ഛനെ മോചിപ്പിക്കാം എന്നും റോക്കോ അവരോട് പറയുന്നു. അതോടെ നിക്കിയും നെതാലിയും ജെയ്സന്റെ ഇടത്തേക്കെത്തി. അടുത്ത മെമ്മറി കാർഡും അവന് കൊടുത്തു. മെമ്മറി കാർഡ് ഇട്ടതും ഡാറ്റ ആക്സസ് ആവാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ പാസ്വേഡ് ഉണ്ട്. അതിനു വേണ്ടത് വോയിസ് കമാൻഡ് ആണ്. അതും യുയുടെ ശബ്ദത്തിൽ വേണം വോയിസ് കമാൻഡ് ഉണ്ടാകുവാൻ. അവരാകെ പ്രതിസന്ധിയിലായി. മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്താലേ റോക്കോ ആവശ്യപ്പെടുന്ന വ്യക്തിയുടെ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. പെട്ടെന്നാണ് തന്റെ ഫോണിൽ അച്ഛന്റെ ഒരു വോയിസ് ക്ലിപ്പ് റെക്കോർഡുള്ളത് നെതാലി ഓർക്കുന്നത്. അവൾ അതുടൻ ജെയ്സനെ കേൾപ്പിച്ചു. മ്യൂസീഷ്യനും വോയിസ് എഞ്ചിനീയറുമായ ജെയ്സൺ അതോടെ കൃത്രിമമായി ആ വോയിസ് വെച്ച് പാസ്വേഡ് നിർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ജെയ്സൺ ആ ശ്രമങ്ങളിലായിരിക്കെ പരിക്കേറ്റ നിക്കിയുടെ കാലിൽ മുറിവ് വെച്ചുകെട്ടാൻ നെതാലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തമ്മിത്തല്ലുകൾ മാറി അവർക്കിടയിലേക്കൊരു ബോണ്ടിങ് വന്നിരുന്നു. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തങ്ങൾ അത്രനാളും വിശ്വസിച്ചില്ലല്ലോ എന്ന കുറ്റബോധവും ഇരുവരിലും പ്രകടമായിരുന്നു. ഇതിനിടയിൽ റോക്കോയുടെ അടുത്തായിരുന്ന യുയി ബന്ധനത്തിൽ നിന്ന് മോചിതനായി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അവനെ തടയുവാൻ റോക്കോയുടെ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ച ചെറിയ മകൻ അവിടെ ഉണ്ടായിരുന്നു. പരിക്കേറ്റിരുന്ന യുയിക്ക് റോക്കോയുടെ മകന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഇരുന്നുറങ്ങിപ്പോയിരുന്ന നെതാലി തങ്ങളുടെ അച്ഛൻ വെടിയേറ്റ് മരിക്കുന്നത് സ്വപ്നം കണ്ടിട്ടായിരുന്നു ഞെട്ടിയുണരുന്നത്. അപ്പോഴേക്കും പാസ്വേഡ് താൻ തയ്യാറാക്കിയ കാര്യം ജെയ്സൺ പറഞ്ഞു. നിക്കിയും നെതാലിയും ജെയ്സന്റെ അടുത്തേക്കെത്തി. മെമ്മറി കാർഡിലെ ഡാറ്റ പാസ്വേഡ് ശരിയായതോടെ ഓപ്പൺ ആവുകയായിരുന്നു. റോക്കോ ചോദിച്ച ഏജന്റ് ആരാണ് എന്നവർ സെർച്ച് ചെയ്തു. തായ് ചായ്ലോങ് എന്ന പഴയ ഏജന്റ് അങ്കിൾ ചു എന്ന പേരിൽ അവിടെ ഷോപ്പ് നടത്തി ജീവിക്കുന്ന വ്യക്തിയാണ് എന്നവർ തിരിച്ചറിയുകയായിരുന്നു. അങ്കിൾ ചുവിനടുത്തേക്ക് പോകുവാൻ ഉടൻ നിക്കിയും നെതാലിയും തീരുമാനിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ജെയ്സൺ അവരെ ഡോറടച്ച് ലോക്കാക്കി. പിന്നാലെ ഒരു സത്യം വെളിപ്പെടുത്തി. ജെയ്സനും ഏജന്റ് പ്രൊട്ടക്ടർ സ്ക്വാഡിലെ ഒരു അംഗമാണെന്നും അവരുടെ അച്ഛൻ യുയുടെ കോ വർക്കർ ആണെന്നുമായിരുന്നു അത്. യുയി റിട്ടയർ ആവാറായതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ ഏജൻസി നിയോഗിച്ച വ്യക്തിയാണ് താനെന്നുകൂടി ജെയ്സൺ അവരോട് പറഞ്ഞു. അങ്കിൾ ചുവിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് തന്റെ
തന്റെ കടമയാണെന്നും അതിന് താൻ ശ്രമിക്കുമെന്നും അതേസമയം നതാലിയോടുള്ള തന്റെ പ്രണയം ഒരു കവറപ്പ് സ്റ്റോറിയൊന്നുമല്ലെന്നും യാഥാർത്ഥ്യമാണെന്നും ജെയ്സൺ കൂട്ടിച്ചേർത്തു. പക്ഷേ നിക്കിയും നതാലിയും ആകെ വല്ലാതായിരുന്നു. അച്ഛനെ ഇനി എങ്ങനെ രക്ഷിക്കും എന്നവർക്കൊരു പിടുത്തവും കിട്ടിയില്ല. പിന്നാലെ ജെയ്സൺ അങ്കിൾ ചൂവിന്റെ അടുത്തേക്ക് എത്തുകയാണ്. റോക്കോ അങ്കിൾ ചൂവിനെ അന്വേഷിക്കുന്ന കാര്യവും ഇവിടെ സേഫല്ലെന്നും അതുകൊണ്ട് ഈ നഗരം വിട്ട് മറ്റൊരിടത്തേക്ക് പോകണം എന്നും ജെയ്സൺ അങ്കിൾ ചൂവിനോട് പറയുന്നു. പക്ഷേ അവിടെ വർഷങ്ങളായി ജീവിക്കുന്ന അങ്കിൾ ചൂവിന് അതത്ര എളുപ്പമായിരുന്നില്ല. മാത്രമല്ല അങ്കിൾ ചൂവിനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ ഇപ്പോൾ അങ്കിൾ ചൂവിന്റെ ഗ്രാൻഡ് ഡോട്ടറും അങ്കിൾ ചൂവിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ജെയ്സനെ ഒഴിവാക്കാൻ അങ്കിൾ ചൂ ശ്രമിക്കുകയാണ്. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ അങ്കിൾ ചൂ ശ്രമിച്ചെങ്കിലും ജെയ്സൺ അങ്കിൾ ചൂവിന്റെ പിന്നാലെ ഓടിച്ചെന്ന് അങ്കിൾ ചൂവിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അവർക്കിടയിൽ ഒരു ഫൈറ്റ് തന്നെ സംഭവിച്ചു. ജെയ്സനെ അടിച്ചിട്ട് അങ്കിൾ ചൂ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും മറ്റൊന്നിന്റെ മുകളിലേക്ക് എടുത്തു ചാടി. ജെയ്സനും പിന്നാലെ എടുത്തു ചാടിയെങ്കിലും കാലുമടങ്ങി താഴേക്ക് വീണ് മരണത്തിലേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ അങ്കിൾ ചൂ ഒരു ഹോസറിന് ജെയ്സനെ രക്ഷപ്പെടുത്തി. ഇതിനിടയിൽ മറുവശത്ത് ജെയ്സന്റെ മുറിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിക്കിയും നതാലിയും ശ്രമിച്ചു. ഈസി വെന്റ് വഴി അവർ പുറത്തിറങ്ങി. പിന്നാലെ അവർ അങ്കിൾ ചൂവിന്റെ ഷോപ്പിലേക്കും എത്തി. അങ്കിൾ ചൂവിനെ അന്വേഷിച്ച് പിന്തുടർന്ന് അങ്കിൾ ചൂ ഉള്ളയിടത്തേക്കും അവർ എത്തിച്ചേരുകയാണ്. അങ്കിൾ ചൂവിനോട് അവർ നടക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും പറഞ്ഞു. അച്ഛനെ രക്ഷപ്പെടുത്താൻ സഹായിക്കാൻ ആവശ്യപ്പെട്ടു. ആദ്യം അങ്കിൾ ചൂ ഒന്നും അടിച്ചെങ്കിലും പണ്ടൊരിക്കൽ യുയി അങ്കിൾ ചൂവിന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. അതോർത്ത് അങ്കിൾ ചൂ അവർക്കൊപ്പം റോക്കോയുടെ ഇടത്തേക്ക് ചെല്ലുവാൻ തയ്യാറാവുന്നു. വൈകാതെ എനിക്ക് റോക്കോയുമായി കണക്ട് ചെയ്തു. ശേഷം റോക്കോ പറഞ്ഞ ഇടത്തേക്ക് അങ്കിൾ ചൂവുമായി അവർ എത്തിച്ചേരുകയാണ്. പക്ഷെ അവർ ആദ്യമേ തന്നെ അങ്കിൾ ചൂവിനെ റോക്കോക്ക് വിട്ടുകൊടുത്തില്ല. അവർക്ക് തങ്ങളുടെ അച്ഛനെ ജീവനോടെ കാണണമായിരുന്നു. അവർ അച്ഛനെ പറ്റി ചോദിച്ചപ്പോൾ അവിടെയുള്ള ഒരു ചേംബറിനകത്ത് അടച്ച നിലയിൽ റോക്കോ അവരുടെ അച്ഛനെ കാണിച്ചു കൊടുക്കുകയാണ്. ചേംബറിനകത്ത് ഓക്സിജൻ വളരെ കുറവാണ്. അങ്കിൾ ചൂ റോക്കോയുടെ മുമ്പിൽ എത്തിയില്ലെങ്കിൽ യുയി കൊല്ലപ്പെടും എന്ന് റോക്കോ അവരെ അറിയിക്കുന്നു. വൈകാതെ അങ്കിൾ ചൂവിനെ അവർ റോക്കോക്ക് മുമ്പിലെത്തിച്ചു. പക്ഷേ അങ്കിൾ ചൂവിനെ കണ്ടതും പഴയതൊക്കെ ഓർത്ത റോക്കോയ്ക്ക് ദേഷ്യം മിരച്ചു കയറിയിരുന്നു. മറ്റൊന്നും ചിന്തിക്കാതെ റോക്കോ അവർ മൂവരെയും കൊലപ്പെടുത്താൻ അവിടുള്ള തന്റെ അസാസിനുകളോട് ആവശ്യപ്പെടുന്നു. പിന്നെ അവിടെ നടക്കുന്നത് ശക്തമായൊരു പോരാട്ടമായിരുന്നു. നിക്കിയും നതേലിയും അങ്കിൾ ചൂവും ഒന്നിച്ച് റോക്കോയുടെ അസാസിൻസിനെതിരെ ഫൈറ്റ് ചെയ്തു. ഫൈറ്റിനിടയിൽ തന്റെ അച്ഛനെ രക്ഷപ്പെടുത്തുവാൻ നതാലി ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ചേംബറിലെ ചെറിയൊരു ഭാഗമായുള്ള ഗ്ലാസ് തകർക്കാൻ ശ്രമിച്ചിട്ട് അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കുറെ ശ്രമിച്ചെങ്കിലും അവൾക്കത് തകർക്കാൻ പറ്റാതെ വന്നതോടെ ആ ഗ്ലാസിൽ പുകപടലം തീർത്ത് അതിലൊരു പാറ്റേൺ യുയി വരയ്ക്കുകയാണ്. ഒരു കുംഫു ടെക്നിക് ഉപയോഗിക്കാനുള്ള ഒരു നിർദ്ദേശമായിരുന്നു അത്. അച്ഛൻ പഠിപ്പിച്ച ആ ടെക്നിക് അതോടെ നതാലി പ്രയോഗിക്കുന്നു. ശക്തമായ ആ പ്രയോഗത്തിൽ ആ ഗ്ലാസ് തകരുകയാണ്. മറുവശത്ത് നിക്കിയാകട്ടെ റോക്കോയുടെ മകനുമായി ശക്തമായ ഫൈറ്റിലേർപ്പെട്ടു. ഒടുവിൽ നിക്കി അവനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ പെട്ടെന്ന് വീൽചെയറിലുള്ള റോക്കോ നിക്കിയെ അറ്റാക്ക് ചെയ്യുന്നു. എന്നിരുന്നാലും കുംഫു ടെക്നിക് ഉപയോഗിച്ച് നിക്കി അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി രക്ഷപ്പെടുകയാണ്. പിന്നീട് റോക്കോയെ നിക്കി വീൽചെയറിൽ നിന്ന് താഴെ വീഴ്ത്തി ഒരു പാഠം പഠിപ്പിക്കുന്നുമുണ്ട്. നിക്കി റോക്കോയെ കൊന്നില്ല. പകരം തന്റെ തെറ്റുകൾ റിയലൈസ് ചെയ്യുവാൻ വിട്ട് നല്ലൊരു മനുഷ്യനായി തിരുത്തി ജീവിക്കുവാൻ ഒരവസരം നൽകി അവിടെ നിന്ന് പോരുന്നു. ഒടുവിൽ ഏറെ സുരക്ഷിതമായി തങ്ങളുടെ അച്ഛനെയും രക്ഷിച്ച് അവർ തിരികെ പോരുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് യുയിയും മക്കളും വലിയ അടുപ്പത്തിലായി. ജെയ്സൺ വന്ന് നതാലിയെ കാണുകയും തന്റെ ജോലിയുടെ കാര്യങ്ങൾ കൃത്യമായി അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവളോട് ക്ഷമ ചോദിക്കുകയും അവർ വീണ്ടും ഒന്നിക്കുകയും ചെയ്തു. യുയി സ്പെഷ്യൽ ഫോഴ്സ് ഏജന്റ് എന്ന ജോലിയിൽ നിന്ന് വിരമിച്ചു. ഒരു ദിവസം യുയിക്കൊപ്പം ചെസ് കളിക്കുവാൻ അങ്കിൾ ചൂ ഗ്രാൻഡ് ഡോട്ടറുമായിട്ടെത്തി. സംസാരിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.